ഹേ ഗൈസ്, ഇന്ന് ഞാനൊരു ലേസി സെൽഫ് കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലേസി എന്ന് വെച്ചാൽ ഭയങ്കര ലേസി, കണ്ടാൽ തന്നെ അറിയാം. ഹെയർ ഒന്ന് ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇതുപോലെ വൈറ്റ് ടൂത്തുള്ള കോമ്പെടുത്ത് ആദ്യം ടാങ്കിൾസൊക്കെ ഒന്ന് കളഞ്ഞു. അപ്പോൾ ഈ പരിപാടികൾ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും നിങ്ങളെൻ്റെ ലേസിനെസ് കണ്ടെന്നിരിക്കാം. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു മൈ പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ് സെൽഫ് കെയർ റൂട്ടീൻ. ടാങ്കിൾസ് കളയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ താഴത്തു നിന്നാണ് നമ്മൾ ടാങ്കിൾസ് കളഞ്ഞു തുടങ്ങേണ്ടത്. അതും ഇതുപോലൊരു വൈറ്റ് ടൂത്ത് കോമ്പ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് 2 സെക്ഷൻ എടുത്ത് കോമ്പ് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയുള്ളത് ഓയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓയിലെടുക്കാം. ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് കോട്ടക്കലിൻ്റെ അയ്യപ്പാല എന്ന് പറയുന്ന ഒരു ഹെയർ ഓയിലാണ്. ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ. ഇത് കോട്ടക്കൽ ആയുർവേദശാലയിൽ മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ ഹെയർ കുഴപ്പമില്ലാത്ത രീതിക്ക് ലെങ്ത്ത് വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. അതുകൊണ്ട് ഈ ഹെയർ ഓയിൽ നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ബിക്കോസ് ഐ എം ഗോയിങ് ത്രൂ മൈ പോസ്റ്റ്മോർട്ടം. ഇനി പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് ലെങ്ത്ത് വെക്കുന്നതാണോ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഹെയർ കൊഴിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓയിലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പൊതുവെ ഹെയർ ലെങ്ത്തിൽ ഓയിൽ അപ്ലൈ ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രം. അപ്പോൾ സ്കാൾപ്പിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും. എന്നിട്ടൊരു 5 മിനിറ്റ് മസാജ് കൊടുക്കും. എന്നിട്ടൊരു 1 അവർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് ഞാൻ ഓയിലിങ് ചെയ്യാറ്. അങ്ങനെ ഹെയർ ഓയിലിങ് കഴിഞ്ഞ് ഹെയർ ഞാനവിടെ കെട്ടിവെച്ചു. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ ഓയിൽ അപ്ലൈ ചെയ്യലാണ്. എപ്പോഴൊന്നും ചെയ്യാറില്ല. ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ബോഡിയിൽ ഓയിൽ അപ്ലൈ ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലിൽ കുറച്ച് മഞ്ഞളും മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയെടുത്ത ഓയിലാണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്. അതും അപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 അവർ വെക്കും. ആ കിട്ടണ 1 അവറിൽ നമുക്കൊരു ഫേസ് പാക്ക് കൂടെ ഇടാം. ഒരു സിമ്പിൾ കോഫി ഫേസ് പാക്ക്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാനിവിടെ കൊടുക്കാം. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യും. അതിന് ശേഷം ഞാനൊരു 20 മിനിറ്റ്സ് അത് വെക്കും. അതിന് ശേഷം കഴുകിക്കളയും. അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് പിന്നെയും സമയമുണ്ട്. അപ്പോൾ ഒരു ബോഡി പാക്ക് കൂടെ ആവാം. ഈ ഫേസ് പാക്കിലോട്ട് കുറച്ച് ചെറുപയർ പൊടി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാക്ക് റെഡിയായി. അതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ബോഡിയിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക. സ്ക്രബ് ചെയ്തിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. ബോഡി ഒന്ന് നനച്ചതിന് ശേഷം ഞാൻ ഈ ബോഡി പാക്ക് എടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് അപ്ലൈ ചെയ്ത് ഇട്ടിട്ട് കുറച്ച് മിനിറ്റ് വാഷ് ചെയ്യുന്ന കളയുന്നില്ല. അപ്പോൾ തന്നെ ഇത് സ്ക്രബ്ബറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ബോഡി മൊത്തം ഇത് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കളയാണ്. സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കും. ഒരു 10 മിനിറ്റ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റായിരുന്നു. അപ്പോൾ അടുത്ത പരിപാടി സ്കിൻ കെയർ ആണ്. ബേസിക് സ്കിൻ കെയർ മോയ്സ്ചറൈസർ. ഫേസ് മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഇടാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നതാണ്. അടുത്തത് ചെയ്യുന്നത് ഒരു ബോഡി മോയ്സ്ചർ അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ വാവിൻ്റെ ബോഡി മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ അല്ല, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.